മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. CPM നിയന്ത്രണത്തിലുള്ള പോലീസ് അസോസിയേഷന് വഴങ്ങി സംസ്ഥാന സർക്കാർ. സ്പാർക്ക് വഴി നേരിട്ട് വരിസംഖ്യ ഈടാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി. നീക്കം ഉദ്യോഗസ്ഥർ വരിസംഖ്യ നൽകുന്നത് നിർത്തുന്നത് പ്രതിസന്ധിയായതോടെ ഇതിനെതിരെ പോലീസിൽ ഇപ്പോൾ അമർഷം ശക്തമായിരിക്കുകയാണ്. വിവരങ്ങൾ രാജീവ് നൽകും. രാജീവ്, വിശദാംശങ്ങൾ. ഗൗതം, മുൻപ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ട് നിർത്തിയ ആ മാസവരി ഈടാക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും നിർബന്ധിതമായി മാസവരി ഈടാക്കുന്നത് പോലീസ് അസോസിയേഷൻ പതിവാക്കിയിരുന്നു. പ്രധാനമായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുന്ന സമയത്ത് തന്നെ ഈ ശമ്പളത്തിൽ നിന്ന് മാസവരി ഉൾപ്പെടെ ഈടാക്കുന്നതായിരുന്നു പതിവ്. ഇതിനെതിരെ വലിയ വിമർശനം പോലീസ് സേനയിൽ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും ഈ മാസവരി നൽകാൻ താല്പര്യമില്ലാത്തവർക്ക്, വരിസംഖ്യ നൽകാൻ താല്പര്യമില്ലാത്തവരെ പോലും അവരുടെ കയ്യിൽ നിന്ന് പോലും നിർബന്ധപൂർവ്വം വരിസംഖ്യ ഈടാക്കുന്നു എന്നായിരുന്നു പരാതി. പ്രത്യേകിച്ചും ഈ ശമ്പളം അക്കൗണ്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ ഈ അക്കൗണ്ടിൽ നിന്നും നിർബന്ധപൂർവ്വമാണ് പോലീസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ വരിസംഖ്യ ഈടാക്കിക്കൊണ്ടിരുന്നത്. ഉദ്യോഗസ്ഥരുടെ താല്പര്യമോ മറ്റോ പരിഗണിച്ചിരുന്നില്ല. ഈ വിഷയം സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിലേക്ക് എത്തിയതോടെയാണ് ഇത് ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയത്. അതായത് പോലീസ് അസോസിയേഷന് ഏതെങ്കിലും തരത്തിൽ വരിസംഖ്യ നൽകണമെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വരിസംഖ്യ നൽകിയാൽ മതിയെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ അന്ന് സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പോലീസ് അസോസിയേഷൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കി. നമുക്കറിയാം, CPM നിയന്ത്രണത്തിലാണ് ആ പോലീസ് അസോസിയേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ പോലീസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ ഇത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് പോലീസ് അസോസിയേഷൻ വീണ്ടും സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയത്. ഈ വരിസംഖ്യ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കാനുള്ള അനുമതി വേണമെന്നായിരുന്നു ആവശ്യം. ഇത് ഏതായാലും ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്പാർക്ക് വഴി, അതായത് ഉദ്യോഗസ്ഥരുടെ ശമ്പളം ലഭിക്കുന്നത് സ്പാർക്ക് വഴിയാണ്. ആ സ്പാർക്കിൽ ഈ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം സ്പാർക്ക് വഴി തന്നെ വരിസംഖ്യ ഈടാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി മുതൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് നേരിട്ട് പോലീസ് അസോസിയേഷന് വരിസംഖ്യ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഉദ്യോഗസ്ഥർ താല്പര്യം പരിഗണിക്കാതെയാകും ഇത്തരമൊരു നീക്കം ഉണ്ടാവുക. അതായത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും വരിസംഖ്യ കൂടി പോലീസ് അസോസിയേഷന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ പോലീസിൽ അമിത ജോലിഭാരം കാരണമുള്ള ആത്മഹത്യകൾ, അമിത ജോലിഭാരം കാരണമുള്ള മറ്റ് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ, അതായത് പോലീസ് അസോസിയേഷൻ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നതാണ്. എന്നാൽ പോലീസ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഇടപെടലുകളൊന്നും ഉണ്ടായില്ല. ഇതോടെയാണ് ഈ പോലീസ് സേനയിൽ അസോസിയേഷനെതിരെ അമർഷം ശക്തമാവുകയും ഈ വരിസംഖ്യ ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ പോലീസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളെ ഇത് സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏതായാലും ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് സ്പാർക്ക് വഴി ഈ വരിസംഖ്യ ഈടാക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള പോലീസ് അസോസിയേഷന് ഇതിനായുള്ള എല്ലാ ഒത്താശയും ആഭ്യന്തര വകുപ്പ് നേരിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇതിനെതിരെ പോലീസിൽ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് പുറത്തിറങ്ങിയതിന് ശേഷം പോലീസിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ വലിയ രീതിയിലുള്ള അമർഷം തന്നെയാണ് ഇതിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഗൗതം.